ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു റെസിപ്പി വീഡിയോ ആയാലോ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ അവിയലാണ്. എൻ്റെ സ്റ്റൈലിൽ അടുപ്പിൽ വെച്ചുള്ളൊരു അവിയലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എനിക്ക് ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ വെട്ടി നുറുക്കി കൂട്ടിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ അവിയലെടുത്തോ. എനിക്കിഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും ഞാൻ അവിയൽ എടുക്കാറുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നുറുക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ആ കഷ്ണങ്ങളൊക്കെ പാടെ ചട്ടിയിലേക്ക് ഇടുക. ചട്ടിയിലേക്ക് ഇട്ട ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം, അതായത് ഒരു അര ഗ്ലാസ് വെള്ളം, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ അവിയൽ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഏകദേശം വെന്തു തോന്നിയ സമയത്ത് ബാക്കിയുള്ള വെള്ളം മുക്കി കളഞ്ഞാൽ മതി കേട്ടോ. അവിയൽ വെള്ളം കൂടിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ നല്ല ഇളക്കി കൊടുത്ത് സെറ്റാക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അതവിടെ അടുപ്പിലിരുന്ന് വെന്ത് വരുന്ന സമയത്തിന് നമുക്കിവിടെ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ പാടിട്ടിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മിക്സിയിലിട്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം അധികം ഉണ്ടായിരുന്നു, അത് ഞാനൊന്ന് മുക്കി കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് തൈര്, പുളിയുള്ള തൈരാണ് സ്വാഭാവികമായിട്ട് അവിയലിലെടുക്കേണ്ടത്. തൈരൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ചിലർക്ക് പുളി ഇഷ്ടമുണ്ടാവും, ചിലർക്ക് പുളി ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് പുളി നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നന്നായി തൈര് കൂട്ടുന്നുണ്ട്. തൈര് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ തൈരൊന്ന് ഒഴിച്ചിട്ടൊന്ന് ഒരു ചെറിയൊരു തള വരുന്ന പോലെ അടിയിൽ തോന്നില്ലേ, ആ സമയം വരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് തേങ്ങയൊക്കെ അവിയൽ മിക്സായി വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുള്ള പരിപാടി കഴിഞ്ഞു. നമ്മുടെ ഈസി ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു വിഭവമാണ് അവിയൽ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി അടുപ്പത്തുനിന്ന് ചട്ടി വാങ്ങി വയ്ക്കുക. അതിനുശേഷം കുറച്ച് വേപ്പിൻ്റെ ഇല, അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നാണ്ട് അടച്ച് വെക്കുക. പിന്നെ നമ്മൾ ഇപ്പോഴൊന്നും തുറക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഊണ് കഴിക്കാൻ നേരത്തേക്ക് തുറന്നാൽ മതി. അപ്പത്തിനും ആ വേപ്പിൻ്റെ ഇലയുടെയും അതുപോലെ വെളിച്ചെണ്ണയുടെയും ഇതൊക്കെ പാടുന്ന സെറ്റായിട്ട് ഒരു പ്രത്യേക മണവും രുചിയൊക്കെ നമ്മൾ തുറക്കുന്ന സമയത്ത് കിട്ടും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.